ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. അവിശ്വസനീയമായ ഒരു തിരിച്ചുവരവ് നടത്തിക്കൊണ്ടാണ് അർജന്റീന ക്വാർട്ടർ ഫൈനലിന് യോഗ്യത കരസ്ഥമാക്കിയത്. ഇനിയിപ്പോൾ അടുത്ത റൗണ്ടിൽ അവരുടെ എതിരാളികൾ യൂറോപ്യൻ ടീമായ സ്വിറ്റ്സർലൻഡാണ്. ഇന്ന് നടന്ന മത്സരത്തിൽ കൊളംബിയയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പരാജയപ്പെടുത്താൻ സ്വിസ് പടക്ക് കഴിഞ്ഞിരുന്നു. ഇനി അർജന്റീനയാണ് അവർ നേരിടുക. വരുന്ന ഞായറാഴ്ച രാവിലെ ഇന്ത്യൻ സമയം 6:30 സ്വിറ്റ്സർലൻഡും അർജന്റീനയും തമ്മിലുള്ള മത്സരം നടക്കുക. ഈ മത്സരത്തിന് മുന്നേ സ്വിറ്റ്സർലൻഡിന്റെ പരിശീലകനായ മുറാത്ത് യാക്കീൻ ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. അതായത് അർജന്റീനയെ നേരിടുക എന്നുള്ളത് വലിയ ഒരു അവസരം തന്നെയാണ്. ഇതൊരു മനോഹരമായ അവസരമാണ്. പക്ഷെ അർജന്റീനയെ വേദനിപ്പിക്കാൻ സാധിക്കും എന്നുള്ളത് കഴിഞ്ഞ 2 മത്സരങ്ങളിൽ നിന്നും വ്യക്തമായി എന്നാണ് സ്വിസ് പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ 2 മത്സരങ്ങളിലും വലിയ വെല്ലുവിളികൾ അർജന്റീനയ്ക്ക് നേരിടേണ്ടി വന്നിരുന്നു. അത് അതിജീവിച്ചുകൊണ്ടാണ് അവർ വിജയിച്ചത്. അതേക്കുറിച്ചാണ് ഇപ്പോൾ സ്വിറ്റ്സർലൻഡിന്റെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞങ്ങൾ ലോക ചാമ്പ്യന്മാരെയാണ് നേരിടാൻ പോകുന്നത്. ഇതൊരു വലിയ അവസരമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മനോഹരമായ അവസരം കൂടിയാണ്. പക്ഷേ അർജന്റീനയെ വേദനിപ്പിക്കാൻ സാധിക്കും എന്നുള്ളത് കഴിഞ്ഞ 2 മത്സരങ്ങളിൽ നമ്മൾ കണ്ടു. ഞങ്ങൾ അർഹിച്ച ബഹുമാനം ഞങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്. വളരെയധികം ആവേശഭരിതമായ ഒരു മത്സരമായിരിക്കും നടക്കുക. ലോക ചാമ്പ്യന്മാർക്ക് വെല്ലുവിളി ഉയർത്താൻ തീർച്ചയായും ഞങ്ങൾക്ക് സാധിക്കും. ഇതാണ് സ്വിറ്റ്സർലൻഡിന്റെ പരിശീലകൻ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് അർജന്റീനക്ക് നല്ല ഒരു ഫൈറ്റ് നൽകാൻ ഈ മത്സരത്തിൽ സ്വിസ് പടക്ക് സാധിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ 2 മത്സരങ്ങളിലെ കണക്കുകൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. കേപ്പ് വെർദെ, ഈജിപ്ത് എന്നീ ടീമുകൾക്കെതിരെ വളരെയധികം ബുദ്ധിമുട്ടിക്കൊണ്ടാണ് അർജന്റീന വിജയിച്ചത്. പക്ഷെ അർജന്റീനയുടെ ഒരു ചാമ്പ്യൻ മെന്റാലിറ്റിയെ എടുത്തു പ്രശംസിക്കേണ്ടതുണ്ട്. എത്ര ഗോളിന് പിറകിൽ നിന്നാലും തിരിച്ചു വരാൻ കഴിയും എന്നുള്ള ഒരു വിശ്വാസം അർജന്റീനക്കുണ്ട്. അതിനുവേണ്ടി വളരെയധികം ഫൈറ്റ് ചെയ്തുകൊണ്ടാണ് അവർ കളിക്കുക. അതിന്റെ ഫലമായി കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ 2 മത്സരങ്ങളും അർജന്റീന വിജയിച്ചിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീമിയായി കാണാം.